എമ്പുരാൻ എന്ന സിനിമയിൽ ജെറോം ഫ്ലിൻ അവതരിപ്പിച്ച ബോറിസ് ഒലിവർ എന്ന കഥാപാത്രത്തെ നമ്മളാരും മറക്കില്ല. കണ്ടവർക്കറിയാം ബോറിസ് ഒലിവർ എത്രമാത്രം പ്രധാനപ്പെട്ട റോളാണ് ആ സിനിമയിൽ കൈകാര്യം ചെയ്തതെന്ന്. ബോറിസ് ഒലിവർ ഒരു സമയത്ത് ഒരാളുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാറ്റിൽ ഖുറേഷിയെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, സിക്കാഡയെ കുറിച്ച്. ദ സിക്കാഡ ഹിംസെൽഫ് എന്ന കാര്യം ബോറിസ് ഒലിവർ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു കൺഫ്യൂഷനിൽ എത്തുന്നുണ്ട്. സിക്കാഡയും ഇല്ലുമിനാറ്റിയും ഒക്കെ നമ്മൾ ചർച്ചയാക്കിയ വിഷയമായിരുന്നു ലൂസിഫറിൽ. സിക്കാഡയെ കുറിച്ചും എമ്പുരാനെ കുറിച്ചുമുള്ള ചുരുളഴിയാത്ത രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എക്സ്പ്ലനേഷനുമായി സോഷ്യൽ മീഡിയകളിൽ എത്തിയത് കൗതുകം നിറച്ച സംഭവങ്ങളായിരുന്നു. ഇത്തവണയും എമ്പുരാനിൽ ചില കോഡുകൾ മുഖേന പറഞ്ഞു വെക്കുന്ന ഇത്തരം ചില കോൺസ്പിറസി തിയറികൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. സൂക്ഷിച്ചു കണ്ടാലേ നമുക്കത് ആ കാര്യങ്ങളൊക്കെ എമ്പുരാനിൽ ചെകഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴിതാ ആ ഒരു സീക്രട്ട് സംഭവത്തെ തന്നെ പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ എത്തിയതും. ദ സിക്കാഡ ഹിംസെൽഫ്, അത് സാക്ഷാൽ ഖുറേഷി അബ്രാം തന്നെ. കാരണം ആ സിക്കാഡ തന്നെയാണ് വെറും 48 മണിക്കൂർ കൊണ്ട് ബോളിവുഡ് സിനിമയ്ക്ക് 100 കോടി അടിച്ചു തന്നിരിക്കുന്നത്. ഫാൻസുകാർ എപ്പോഴും പറയാറുണ്ട്, ഒരു വലിയ മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ കിട്ടാൻ പോകുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന്. മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന ഏറ്റവും വലിയ സിനിമ, ആ ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആദ്യ ദിനം തന്നെ ഉണ്ടാകുന്നു. പിന്നെ കാണുന്നത് ബോക്സ് ഓഫീസിലാണ് വെറും 48 മണിക്കൂർ കൊണ്ട് 100 കോടി. ഇതാണ് മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്നവർ പറഞ്ഞുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇതേ പ്രകടനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. 2013 ദൃശ്യം ആദ്യ 50 കോടി വേൾഡ് വൈഡിൽ നേടി. 2016 പുലിമുരുകൻ ആദ്യ 100 കോടി വേൾഡ് വൈഡിൽ നേടി. 2019 ലൂസിഫർ വിദേശത്ത് നിന്ന് മാത്രം 50 കോടി നേടി എന്ന റെക്കോർഡിട്ടു. രണ്ടാമത്തെ 100 കോടി ചിത്രം. 2025 വെറും 2 ദിവസം കൊണ്ട് 100 കോടി. ഏറ്റവും വലിയ ഓപ്പണിംഗ് 67 കോടി ഇട്ട് റെക്കോർഡിട്ട് മോഹൻലാൽ എന്ന ആ വലിയ താരത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കാണിച്ചു തന്നു മൂന്നാമത്തെ 100 കോടി ചിത്രം. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എമ്പുരാൻ ചരിത്രം സൃഷ്ടിക്കുകയാണ്. റിലീസ് ചെയ്ത് 48 മണിക്കൂർ പിന്നിടും മുന്നേ ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടി. മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത്. പല തിയേറ്ററുകളിലും മാരത്തോൺ ഷോകളാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യ ദിവസം പോലെ തന്നെ രണ്ടാം ദിവസവും എല്ലായിടത്തും തിരക്കേറുന്നുണ്ട് എന്നത് ബോക്സ് ഓഫീസ് കണക്കുകൾ എടുത്തു പറയുന്നു. എങ്ങനെ 100 കോടി എത്തി? ഇത്രയും കോൺഫിഡൻസ് ആയി 100 കോടി എത്തിയെന്ന് വേറെ നടനും ഇതുവരെയും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടില്ല എന്നതുകൂടി ഓർക്കണം. എന്നാൽ മോഹൻലാലിനോ മോഹൻലാലിന്റെ ടീമിനോ അത് പറയാൻ യാതൊരു വിഷമവുമില്ല. അവർക്ക് മറ്റൊന്നിനെ കുറിച്ചും പേടിയുമില്ല. അപ്പോഴാണ് 100 കോടി എന്ന കണക്കുമായി വീണ്ടും മോഹൻലാൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒഫീഷ്യലായി തന്നെ 100 കോടി ഉറപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രാക്കിംഗ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം എമ്പുരാൻ എന്ന സിനിമ നേടിയ യഥാർത്ഥ കണക്കുകൾ പങ്കുവച്ചുകൊണ്ടാണ് അവർ എത്തുന്നതും. ആ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം 100 കോടിയിൽ എങ്ങനെ എത്തി എന്നത്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 14.07 കോടിയാണ് എമ്പുരാൻ എന്ന സിനിമ നേടിയിരിക്കുന്നത്. പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് 1ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. 2 ദിവസം തികയ്ക്കുന്നതിന് മുമ്പേ തന്നെയാണ് 100 കോടി എന്ന സംഖ്യയിൽ എമ്പുരാൻ എത്തിയത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് 100 കോടി ക്ലബ്ബ് എന്നത് മോളിവുഡിൽ എമ്പുരാൻ സ്ഥാപിച്ചു കഴിഞ്ഞു. അതും 2 ദിവസം. ഇതിനു മുമ്പ് ഏറ്റവും വേഗത്തിൽ 100 കോടി ലഭിച്ചത് ആടുജീവിതം എന്ന ചിത്രത്തിനായിരുന്നു 9 ദിവസം കൊണ്ട്. 2018 എന്ന സിനിമ 11 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ എത്തിയത്. മഞ്ഞുമൽ ബോയ്സ് 12 ദിവസവും ലൂസിഫർ 12 ദിവസവും എടുത്തു 100 കോടി ക്ലബ്ബിൽ എത്താൻ വേണ്ടി. എന്തായാലും മോഹൻലാൽ തീർത്ത ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന 100 കോടി ക്ലബ്ബ് ഇനി തകർക്കാൻ മോളിവുഡിൽ മറ്റൊരു സിനിമയില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. ഇനി L3 തന്നെ വരേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടതുണ്ട്. മോളിവുഡ് ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ 14.07 കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ലിയോ ആയിരുന്നു ടോപ്പിൽ നിന്നത് 12 കോടിയുമായി. അതിനെയാണ് എമ്പുരാൻ തകർത്തത്. മൂന്നാമത് KGF ചാപ്റ്റർ 2 7.30 കോടിയായിരുന്നു. ഒടിയനാണ് നാലാമത് 7.25 കോടി. ബീസ്റ്റ് എന്ന ചിത്രം 6.70 കോടിയും നേടിയിട്ടുണ്ട്. ഇപ്പോൾ എമ്പുരാൻ ടോപ്പിൽ കയറിയപ്പോൾ ഓരോ ലിസ്റ്റും പങ്കുവച്ചുകൊണ്ടാണ് അവർ എത്തുന്നത്. കൂടാതെ ഗ്ലോബൽ ബോക്സ് ഓഫീസിലും ഓപ്പണിംഗിൽ എമ്പുരാൻ നേടിയെടുത്തത് 67 കോടിയായിരുന്നു. ഡൊമസ്റ്റിക്കിൽ 23.87 കോടിയും ഓവർസീസിൽ 5.013 മില്യനുമാണ് നേടിയത്. അങ്ങനെ ഫസ്റ്റ് ഡേ ഗ്രോസ് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ 67 കോടി എന്ന ട്രാക്കിംഗ് റിപ്പോർട്ടും അവർ പുറത്തുവിട്ടു. ഇത് റെക്കോർഡ് ഓപ്പണിംഗ് ആണ്. ഡൊമസ്റ്റിക്കിൽ 23.87 കോടി നേടി എന്ന് പറയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 14.07 കോടിയാണ് നേടിയത്. കർണാടകയിൽ 3.8 കോടിയും തമിഴ്നാട്ടിൽ 2 കോടിയും തെലുങ്ക് സ്റ്റേറ്റിൽ 1.50 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2.5 കോടിയും നേടുകയുണ്ടായി. ഓവർസീസിൽ 43.13 കോടിയാണ് ഫസ്റ്റ് ഡേ നേടിയത്. ഗൾഫിൽ നിന്നും 2.45 മില്യൺ ഡോളറാണ് നേടിയത്. നോർത്ത് അമേരിക്കയിൽ $941K, UK അയർലൻഡിൽ $818K, ഓസ്ട്രേലിയയിൽ $309K, ന്യൂസിലാൻഡിൽ $90K, ജർമ്മനിയിൽ $149K, റെസ്റ്റ് ഓവർസീസിൽ $277K സ്വന്തമാക്കി 43.13 കോടി
ഇന്ത്യൻ മണി സ്വന്തമാക്കിയത്. അങ്ങനെയാണ് ഈ 67 കോടി ആദ്യ ദിവസം ഗ്ലോബലി എമ്പുരാൻ നേടിയത്. ഇങ്ങനെയുള്ള തകർപ്പൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പങ്കുവച്ച് കഴിഞ്ഞ ദിവസം തന്നെ ട്രാക്കർമാർ ആ റിപ്പോർട്ടുകൾ പങ്കുവെക്കുകയായിരുന്നു. ആ ഒരു റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് എവിടെ വരെ എത്തി എന്നുള്ളത്. അതിനിപ്പുറം രണ്ടാം ദിവസം എത്തി തീരുന്നതിന് മുമ്പേ തന്നെ എമ്പുരാൻ 100 കോടി കടന്നു കഴിഞ്ഞു. വെറും 48 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല 100 കോടി എത്താൻ വേണ്ടി. ഈ കാര്യം തന്നെയാണ് മോഹൻലാലും ആവർത്തിച്ചത് ചില രഹസ്യ കോഡുകളിലൂടെ. കഴിഞ്ഞ ദിവസം അവസാന മണിക്കൂറുകളിലും എമ്പുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആണ് ശരിക്കും അതിശയപ്പെടുത്തുന്നത്. 17.83 കേക്ക് അടുത്താണ് ഓരോ മണിക്കൂറിലും ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഡേയിലും എക്സലന്റ് റണ്ണിംഗ് ആണ് എമ്പുരാൻ നടത്തുന്നതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ഇതുകൂടാതെ മൂന്നാമത്തെ ദിവസം എത്തുമ്പോഴും ബിഗ്ഗസ്റ്റ് അഡ്വാൻസ് സെയിൽ തന്നെയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്നുകൂടി ഓർക്കണം.